ഹലോ ഗായ്സ്, നമുക്കിന്ന് മുളക് ബജ്ജിയും ചമ്മന്തിയും എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ബജ്ജിക്ക് വേണ്ട മുളക് നല്ല വൃത്തിയായി കഴുകി തുടച്ച് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നീട് ഈ മുളക് ചെറിയതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. മിക്കവാറും നമ്മൾ ബജ്ജിക്ക് വാങ്ങുന്ന മുളകുകളെല്ലാം തന്നെ കുറച്ച് എരിവുള്ളതായിരിക്കും. അപ്പോൾ എരിവ് കളയാനുള്ളൊരു സൂത്രപ്പണിയാണ് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതൊന്ന് ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം ഒരു 30 സെക്കൻഡ് ഈ മുളക് അതിലേക്ക് ഇട്ടിട്ട് പിന്നീടൊന്ന് ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ ഒരുവിധ എരിവൊക്കെ പോയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. ആദ്യം കുറച്ച് കടലമാവ് എടുക്കുക. അതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, ഒരു നുള്ള് കായത്തിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെള്ളവും ചേർത്ത് ഒരു നല്ല മാവിൻ്റെ പരുവത്തിലാക്കുക. ഇതിനുശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിച്ച് നമുക്ക് ഓരോ ബജ്ജി വീതം വറുത്തെടുക്കാം. ഈ സമയത്തിന് നമുക്ക് ബജ്ജിക്ക് വേണ്ട ചമ്മന്തി ഉണ്ടാക്കാം. ഒരു സവാളയും ഒരു തക്കാളി എടുക്കുക. അതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കാശ്മീരി ചില്ലിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് ബജ്ജിക്ക് വേണ്ട ചമ്മന്തിയും റെഡിയാവും. ഈ സമയം കൊണ്ട് ബജ്ജി റെഡി ആയിട്ടുണ്ടാവും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണേ.